കൊച്ചി ചെല്ലാനത്ത് അതിരൂക്ഷമായി കടലേറ്റം. ചെല്ലാനം കൊച്ചി തീരത്ത് കരിങ്കൽ ഭിത്തിയും ടെട്രാപോഡും സ്ഥാപിക്കാത്തതിൽ ജനരോഷം. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് ചെല്ലാനത്ത് റോഡ് ഉപരോധിക്കുകയാണ്. എന്തായാലും ജനങ്ങളുടെ ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം പോകാം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവര് 344.2 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം അത് 10.7 കിലോമീറ്റർ വന്നിട്ട് 7.5 കിലോമീറ്റർ തീർന്നു. ആ ഫണ്ട് തീർന്നെന്നാണ് പറയുന്നത്. ഊരാളുകളാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷമുള്ള പ്രദേശങ്ങൾ കടൽക്ഷോഭത്തിലായതിനു ശേഷം സർക്കാരിന്റെ പ്രതിനിധികൾ ഇവിടെ വരികയും വാഗ്ദാനങ്ങൾ അറിയുമോ. ആദ്യം ഒരാൾ വന്നിട്ട് പറഞ്ഞു 327 കോടി രൂപ തരാമെന്ന് പറഞ്ഞു. അതിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങളിവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഖാവ് ചിത്രരഞ്ജൻ നടത്തിയ സമരത്തിന് അന്ന് പറഞ്ഞു 240 കോടി രൂപ ഇവിടെ പാസ്സാക്കിയിരിക്കുകയാണ്, തുടങ്ങുകയാണെന്ന് പറഞ്ഞു. ശക്തമായ കടലോ അല്ലെങ്കിൽ കാറ്റോ ന്യൂനമർദ്ദമോ ഒന്നും ഉണ്ടാവാതെ പോലെയാണ് ഇപ്പോൾ ഇത്രയും വലിയ ദൂഷ്യം വന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ മരണം റിപ്പോർട്ട് ചെയ്യും. കാരണം ആളുകൾ അത്രയ്ക്ക് അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ രാത്രിയൊക്കെ വന്നാൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് പോകുവാനിടമുണ്ടാവില്ല. കാരണം വെള്ളമായിരിക്കും ചുറ്റും. ഇത്രയും ഫണ്ടൊന്നും വേണ്ട. ഈ 344 കോടിയോ 500 കോടിയോ ഒന്നും പറയുന്നില്ല. ജിയോ സിന്തറ്റിക് ബാഗുകൾ കൊണ്ട് 150 മീറ്റർ ഇടവിട്ട് പുലിമുട്ടുകൾ ഇട്ടാൽ തീരം വെക്കും. തീരം വെക്കാതെ എന്ത് ചെയ്തിട്ടും സംരക്ഷണം ഉണ്ടാവില്ല. അപ്പൊ കടൽ പൊങ്ങി വരുവോ. വലിയ വീടിന്റെ ഒക്കെ പൊക്കത്തൂടെയാണ് കടൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീരം സംരക്ഷിക്കുക. മണ്ണ് വെച്ച് തീരം സംരക്ഷിക്കാതെ നമ്മൾ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും കാലക്രമേണ വീണ്ടും നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. തീരം ബീച്ച് നരിഷ്മെന്റ് ആണ് ഇതിന്റെ ഏറ്റവും ശാശ്വതമായൊരു മാർഗം എന്ന് പറയുന്നത്. ഇവിടെയുള്ളതെല്ലാം 2020 മെമ്പർമാരാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. പിന്നെ ഒരെണ്ണം കൈതവേല മാർഗ്രറ്റ് എന്ന് പറയുന്ന ഒരു CPIയുടെ മെമ്പർ മാത്രമേ ഉള്ളൂ. ബാക്കി പ്രദേശങ്ങളെല്ലാം 2020 ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രാദേശികവാദം രാഷ്ട്രീയവാദം വന്നിട്ടുണ്ടോ എന്നറിയില്ല. കാരണം അതുകൊണ്ടാണ് കണ്ണമാലിയിൽ നിർത്തി പിന്നെ CMS നിർത്തി. ചെയ്യുകയാണെങ്കിൽ ബീച്ച് റോഡ് വരെ ചെയ്യണം. അത് ഒറ്റ സ്ട്രെച്ചാണ് 17.5 കിലോമീറ്റർ. എങ്കിൽ മാത്രമേ ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ. ഇപ്പൊ 10 കിലോമീറ്ററിൽ അവസാനിപ്പിച്ചു. 10 കിലോമീറ്റർ പറഞ്ഞിട്ട് 7.5 കിലോമീറ്ററിൽ അവസാനിപ്പിച്ചു. ഫണ്ട് തീർന്നു. ഇപ്പൊ അവര് അവിടെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ടൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന വെയിം മെഷീൻ അവരെടുത്തോണ്ട് പോയി. അതിനർത്ഥം ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ. ഈ റോഡിൽ നമ്മുടെ കാര്യങ്ങൾ സർക്കാർ അറിയിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജനങ്ങളെ വഴിയോരത്തും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇപ്പോഴിതാ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവർ അവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം ഇപ്പോഴിതാ വയസ്സായവരൊക്കെ തന്നെ വെയിലും മഴയും ഒന്നും തന്നെ വകവയ്ക്കാതെ അവിടെ ഇരിക്കുകയാണ്. അത്രത്തോളം അവർക്ക് ബാധിച്ചിട്ടുണ്ട് ഈ ഒരു പ്രശ്നം. ഇതൊരു ജനകീയ പ്രശ്നമായി മാറുന്നു. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, എബി, എനിക്കിപ്പോൾ നേരത്തെ ആ ഒരു പ്രതികരണം കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നു, അതും രാഷ്ട്രീയപരമായി മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ 2020 എന്ന് പറയുന്ന പ്രാദേശിക പാർട്ടി അവിടെയുണ്ട്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം അവർ ഉന്നയിക്കുന്നുണ്ട്. എബി, ആ നിലയ്ക്കുള്ള കാര്യങ്ങളല്ല അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ 17 കിലോമീറ്ററോളം വരുന്ന തീരപ്രദേശമാണ്. അവിടെയാണ് ഈ പുലിമുട്ടുകൾ സീവാൾ സ്ഥാപിക്കേണ്ടതുള്ളത്. അതിൽ ഏതാണ്ട് 7 കിലോമീറ്റർ മാത്രമാണ് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 10 കിലോമീറ്ററോളം അല്ലെങ്കിൽ 11 കിലോമീറ്ററോളം സ്ഥലം ഇനിയും സീവാൾ സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഇവർ പറയുന്നത് ഈ കണ്ണമാലി പ്രദേശത്തെ മാത്രം കാര്യമല്ല, ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഇത് പൂർത്തിയായെങ്കിൽ മാത്രമേ തീരം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഏതാണ്ട് 1713 ദിവസമായി ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഒറ്റ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള സമരമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിലുടനീളം അവർ പറഞ്ഞിരിക്കുന്നത് തീരസംരക്ഷണം തന്നെയാണ്. ഈ തീരം സംരക്ഷിക്കുന്ന നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഇവർ വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലേക്കൊന്നും തന്നെ ശ്രദ്ധ സർക്കാർ സംവിധാനങ്ങളോട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിഷേധത്തിന്റെ വാർത്തകൾ നൽകുമ്പോൾ ഉൾപ്പെടെ ചെല്ലാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന ടെട്രാപോഡുകൾ ഉപയോഗിച്ച് സ്ഥാപിച്ചിരിക്കുന്ന സീവാളിന്റെ ചിത്രം ഉൾപ്പെടെ സ്ഥാപിച്ച് അല്ലെങ്കിൽ കമന്റുകളായി ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോഴുണ്ടാകുന്ന അസൂയ കൊണ്ടാണ് ചില ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന നിലയ്ക്കുള്ള നീചമായിട്ടുള്ള കമന്റുകൾ ഉൾപ്പെടെ ചില ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതൊരു തരത്തിലും അത് ആ നിലയ്ക്കല്ല. അത് അത്തരത്തിൽ അന്ധമായിട്ട് ഏതെങ്കിലും ഒരു സംവിധാനത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണെന്നാണ് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി ജീവിതകാലം മുഴുവൻ ഒരു സമൂഹം ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതാദ്യമായിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു
റോഡ് ഉപരോധ സമരത്തിലേക്ക് കടക്കുന്നത്. അത് അത്രമേൽ അവർ ഗതികേടിലേക്ക് എത്തിയതിന്റെ തുടർന്നാണ് അത്തരത്തിൽ അവർ ഈ ഒരു സമരമുറയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന നിലയ്ക്കുള്ള ചില ഈ സമരപന്തലുകളുണ്ട്. ഈ സമരപന്തലുകൾ പോലുള്ള ഏതാണ്ട് 5-6 സമരപന്തലുകൾ നമുക്ക് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയും. ഈ സമരപന്തലുകളെല്ലാം തന്നെ ഒരു ദിവസം പോലും ഇടമുറിയാതെ സമരം നടക്കുന്ന സാഹചര്യമായിരുന്നു. ഇവിടെയുള്ള അമ്മമാർ തന്നെയാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് തന്നെയാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുമുള്ളത്. 1713 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ നിലയ്ക്കുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. റോഡിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് തന്നെയുള്ള സമരത്തിലേക്ക്, അതായത് അവർ പറയുന്നത് അവരുടെ ജീവൽ പ്രശ്നമാണ്, ഇതിനപ്പുറത്തേക്ക് അതിനെ ഒരു സിംബോളിക് ആയ ഒരു സമരത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. റോഡിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർ വഴിയാധാരമായി ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്നുള്ളതാണ്. അത്തരത്തിൽ ആ നിലയ്ക്ക് സമരത്തിന്റെ വീര്യം കൂട്ടുന്ന നിലയിലേക്കുള്ളതല്ലേ, ഈ ഗൗരവം വർദ്ധിപ്പിക്കുന്ന നിലയിൽ തന്നെ ഇവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയം മുമ്പ് ADM തഹസിൽദാർ ഇവിടെ വന്നിരുന്നു. എന്നാൽ തഹസിൽദാറുമായി ഒരു തരത്തിൽ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യമാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. കാരണം മന്ത്രി P. രാജീവിന്റെ സാന്നിധ്യമാണ് ഇവിടെ വന്ന് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടണം, സംസാരിക്കണമെന്നാണ് P. രാജീവ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. കാരണം ഇന്നിപ്പോൾ നിയമസഭ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് വരാൻ അസൗകര്യമുണ്ട് എന്നുള്ള കാര്യം ബോധിപ്പിച്ചു, അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ കളക്ടർ വരേണ്ടതുണ്ട് എന്നിവർ ആവശ്യപ്പെട്ടു. പക്ഷേ കളക്ടർ വരാതെ തഹസിൽദാറിനെയാണ് ഇവിടേക്ക് അയച്ചത്. അത് ഒരു തരത്തിലും ആ ഒരു ചർച്ചയ്ക്ക് അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നിവർ പറയുന്നു. വെറുതെ സമയം കളയുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഒരു കാര്യമായിട്ടുള്ളത് എന്നാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നിവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തഹസിൽദാറുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ സമരപന്തലിലുണ്ട്. ശക്തമായ ഒരു പ്രതിഷേധമാണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ സമരമുണ്ട്. ഇപ്പോൾ തഹസിൽദാറിനെ അവർ ചർച്ചയ്ക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു തരത്തിലും ശാശ്വതമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കുള്ള അല്ലല്ലോ. ഇത് എല്ലായ്പ്പോഴും ഉള്ളതാണ്. സമരം വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞു വിടും, ബന്ധപ്പെട്ട അധികാരികൾ ആരും വരത്തില്ല. എന്നിട്ട് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേപോലെ സമരം ഉണ്ടായിട്ട് സംഭവിച്ചത് അടുത്ത നവംബറിൽ ഇവിടെ ശക്തമായുള്ള കടൽഭിത്തി വാഗ്ദാനം ഉണ്ടായിരുന്നു. നവംബറും കഴിഞ്ഞ് ഡിസംബറും കഴിഞ്ഞു. ഇപ്പോ ജൂലൈ ആയി വീണ്ടും കടലുകയറ്റ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവര് വന്നിട്ടുള്ളത് ബന്ധപ്പെട്ട ആരും തന്നെ വരുന്നില്ല. തഹസീൽദാർ പോലെയുള്ള കുറഞ്ഞ തസ്തികകളുള്ളവർ മാത്രമാണ് വരുന്നത്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരിവിടെ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യവും നീക്കാനായിട്ട് പറ്റിയ ആൾക്കാരല്ല അവർ. അതുകൊണ്ടാണ് അവരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് നമ്മൾ പോകാത്തത്. ആ നിലയ്ക്ക് തന്നെയുള്ള പ്രതികരണമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. കാലാവസ്ഥയും ആ നിലയ്ക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. മാറി കനത്ത വേനൽ, അത് തൊട്ടടുത്ത് തന്നെ മഴ ശക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ആകാശം മേഘാവൃതമായി ഇപ്പോൾ മഴ പെയ്യുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഈ അമ്മമാരൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ഈ സമരപന്തലിലുണ്ട്. അവർ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ സമരപന്തലിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളാണ്. ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സമരപന്തലിൽ തന്നെയല്ലേ. ഇന്നിപ്പോ കപ്പ പൊളിച്ചു വരെ നമ്മൾ സമരം ചെയ്തു വഴിയിൽ ഇരുന്നിട്ട്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ എന്ന് പറഞ്ഞാല് അവര് വന്ന് ഞങ്ങൾക്ക് ഉറപ്പായ തീരുമാനം അറിയാതെ ഞങ്ങൾ പോകൂല. ഇവിടുന്ന് രാവും പകലും ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി തന്നെ വന്നേക്കണേന്ന്. ഇതിന് ശരിക്കുള്ള ഒരു തീരുമാനം കാണാതെ പോകൂല. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വരണം. അത് തന്നെ എത്രയും വലിയ ആള് വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ അത്രയും ക്ലേശങ്ങൾ അനുഭവിച്ച് ദുരിതങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ കരച്ചിലായിരിക്കും. കടൽ കയറി ഒഴുകുമ്പോ അത്രയ്ക്കും വിഷമിക്കണേണ്. ഞങ്ങളുടെ തൊട്ട് പടിഞ്ഞാറുള്ള ആളൊക്കെ വെറുതെ വിഷമിച്ച് മാനസിക രോഗം പോലെ ആവും. അവരുടെ വീടിനായിട്ട് വന്നാണ് അടിക്കണം. ഞങ്ങളുടെ വീടല്ല, പക്ഷെ അവരുടെ വീടിനായിട്ട് വന്ന് അടിച്ച് ജനലൊക്കെ തെര വന്ന് അടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു പോവും. ആ ഒരു അവസ്ഥയിലൊക്കെ അയാൾ പുതിയ വീട് വെച്ചതാണ് ഈ കഴിഞ്ഞിടക്ക്. എന്നിട്ട് അതും പൊട്ടിച്ച്. അപ്പൊ അയാളുടെ ഇരിപ്പും അയാളുടെ മാനസികമായ അവസ്ഥയൊക്കെ കാണുമ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും ഭയങ്കര ആ ഒരു വീട്ടുകാരെ ഞങ്ങളുടെ പുറകിലുള്ളു. പിന്നെ കടലാണ്, മനസ്സിലായോ? അപ്പൊ അത്രയും ഞങ്ങൾ വിഷമിച്ചാണ്. ഇത്രയും നീര് പൊക്കത്തിൽ കൂടിയാണ് വെള്ളം ഒഴുകണത്. അപ്പൊ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു പരിഹാരം കാണാതെ പോകൂല. അതിനു വേണ്ടി തന്നെ കരുതിക്കൂട്ടി വന്നേക്കണേന്ന്. എന്ത് വന്നാലും ഇവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ ശരിക്കുള്ള ഒരു തീരുമാനം അറിയണം, എന്നാലേ പോകുള്ളൂ. ഞങ്ങളിങ്ങനെ ഇപ്പോഴും സമരം ചെയ്ത് നിൽക്കുവാണ്. എത്ര വർഷങ്ങളായി. ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ലേ ഈ സർക്കാർ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഭരണകാലം തുടങ്ങി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ പേരക്കുട്ടികൾ ചോദിക്കണം ഞങ്ങൾക്ക് ഇനി ഉറങ്ങാൻ പറ്റുമോ. എന്താന്ന് വെച്ചാൽ പകൽ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം.
രാത്രിയിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറുപടി ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഇനി പോവില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാൻ വരെ തയ്യാറാണ്. ഇത്തരത്തിൽ അതിവൈകാരികമായിട്ടുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ, അത് ആ നിലയ്ക്കല്ലാതെ അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല. കാരണം ദിവസങ്ങളായി ജനിച്ച കാലം മുതൽ തന്നെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു ദുരിതത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ കൊച്ചിൻ പോർട്ടിന്റെ ഡ്രഡ്ജിങ് തുടങ്ങിയിട്ടുള്ള സമയം മുതൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നത്. എന്തായാലും ആ നിലയ്ക്ക് അവിടെ നിന്ന് ഡ്രഡ്ജ് ചെയ്ത് എടുക്കുന്ന മണൽ തീരത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ നിലയ്ക്കുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങൾ, അതായത് ഞാൻ പറഞ്ഞ കണക്ക് കൃത്യമാണ്, 1713 ദിവസമാണിത്. 1713 ദിവസമാണ് ഒറ്റ ആവശ്യം മാത്രം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ഇവർ എത്തുന്നത്. എന്തായാലും ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകളെ കുറിച്ച് ഇപ്പോൾ ആരൊക്കെ, നിങ്ങളിപ്പോൾ രാവിലെ മുതൽ ചർച്ചയാണ് അല്ലെങ്കിൽ സമരമാണ്. അപ്പോൾ ഈ ഒരു 6-7 മണിക്കൂർ സമരം നടത്തിയിട്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിട്ടത് ആരൊക്കെയാണ്? ആരും പറയുന്നില്ല. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞത് പി രാജീവിൽ കൂടുതൽ വേറെ ഒരാളെ ചർച്ചയ്ക്ക് സ്വീകരിക്കുന്ന. ഇപ്പൊ പറയുന്നത് ഏതോ നമ്മുടെ തഹസിൽദാർ വരാണ്. ഞാൻ സമ്മതമല്ല. ഞങ്ങൾക്ക് വേണ്ടത് കളക്ടർ വന്നിട്ട് രേഖാമൂലം ഒരു തീരുമാനമുണ്ട്. ഒന്നും വേണ്ട. ആ കടലിൽ പുറങ്ങളിൽ കൊണ്ട് കളയുന്ന, വെറുതെ കൊണ്ട് കളയുന്ന ആ വേസ്റ്റുകൾ നമ്മുടെ തീരത്ത് കൊണ്ടുവന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ഒരു പരിരക്ഷ കിട്ടും. അതില്ലാതെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ഇപ്പൊ വന്നിരിക്കുന്ന തഹസിൽദാർ തിരിച്ചുപോയോ അറിയില്ല, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കറിയില്ല തഹസിൽദാർ വന്നോ എന്നറിയില്ല. കളക്ടർ പറയുന്നു, ഇപ്പൊ പറയുന്നു കളക്ടർ ഇല്ലെന്നാ പറയുന്ന. പി രാജീവില്ല, കളക്ടർ ഇല്ല, പിന്നെ എന്തിനാണ് പറഞ്ഞത്? ഈ സമരം ഇനിയിപ്പോ എങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്? ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യം. ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോവോ കേട്ടോ. തീർച്ചയായും സമരം, അവരുടെ നിലപാട് അവർ ഉറച്ചു തന്നെ പറയുന്നു, കടുപ്പിച്ച നിലപാട് തന്നെ വ്യക്തമാക്കുന്നു. മന്ത്രി അവിടെ ചർച്ചയ്ക്ക് വരണം, ചർച്ചയ്ക്ക് വന്ന് ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലുള്ള തീരുമാനമാക്കണം, അല്ലെങ്കിൽ കളക്ടർ വരണം. കളക്ടർ വരില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ പറയുന്നു. എന്തായാലും ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകും. ഈ റോഡ് ഉപരോധ സമരം ഇനി അവസാനിപ്പിക്കില്ല എന്നുള്ള കർശന നിലപാട് ഇവർ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ തന്നെ അവർ നമ്മൾ നേരത്തെയും കണ്ടിരുന്നു, ചിലർ റോഡിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത് കണ്ടിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നു. ആ നിലയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ പാട്ടുപാടിയും കൈകൊട്ടിയും ഒക്കെ തന്നെ ഇവർ മുദ്രാവാക്യങ്ങളിലൂടെ അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെളുപ്പിന് 6 മണിക്ക് തുടങ്ങിയ സമരമാണ്. അണുവിട അതിന്റെ വീര്യം കുറയാതെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. അത് രാത്രികാലങ്ങളിലൊക്കെ തന്നെ ആ ദുരിതത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന് കാരണവും. എബി, നേരത്തെ അവർ പറഞ്ഞിരുന്നു, അതായത് രാത്രികാലങ്ങളിൽ ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയൊക്കെ കാവലിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോലും പോവുകയാണ് വയസ്സായവർക്കൊക്കെ. കാരണം പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവർക്കുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വയസ്സായവരാണെങ്കിൽ പോലും അവർ അണുവിട, എബി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധത്തിൽ നിന്നും മാറുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ മന്ത്രിയൊക്കെ ഇപ്പോൾ നിയമസഭയൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ പലരും MLA-മാരൊക്കെ അവിടെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ ശ്രമങ്ങൾ ഇവിടെ നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ടോ? ഉദ്യോഗസ്ഥരെയൊക്കെ വിടുകയാണ് പതിവ്. പക്ഷെ ആ നിലയ്ക്ക് തന്നെയുള്ളൊരു ഇടപെടലാണ് ഇപ്പോൾ തഹസിൽദാറിന്റെ കാര്യത്തിലും ഉയർന്നു വന്നിരിക്കുന്നത്. ആ തഹസിൽദാർ വന്നു, പക്ഷേ തഹസിൽദാറുമായി തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇടപെടണം, പി രാജീവ് മന്ത്രി ഇതാണ് എന്നുള്ള കാര്യം ഇവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കുഴപ്പമില്ല, പക്ഷേ മറിച്ച് കളക്ടർ ഇവിടെ വന്ന് കൃത്യമായ രീതിയിൽ ഉറപ്പ് നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കളക്ടർ ഇതുവരെയും ശരി, വ്യക്തമാണ്. കൊച്ചി ചെല്ലാനത്താണ് കടലേറ്റം രൂക്ഷമായിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ജനങ്ങൾ. എന്തായാലും കടൽ തീരത്ത് കരിങ്കൽ ഭിത്തി അല്ലെങ്കിൽ ടെട്രാപോഡ് ഇവ സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്താത്ത പക്ഷം സമരം തുടരും എന്നുള്ളത് തന്നെയാണ് ആ പ്രദേശവാസികൾ പറയുന്നത്.
ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആകുമ്പോൾ ചെറിയൊരു